ചോക്ലേറ്റിൻ്റെ ലോകം മൊത്തം കാണാൻ പോവാണ് നമ്മൾ. സാധാരണ ഇന്ത്യൻ എംബസിനെക്കാട്ടി ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഇന്ത്യൻ എംബസിക്ക്. Welcome to Belgium. Enjoy the trains. We're here to help you guys. അപ്പോൾ ഇവരുടെ അടുത്ത് ചായ 10 റുപ്യ, 40 റുപ്യക്ക് ഇത് 50 റുപ്യക്ക് ഫുള്ള് സെറ്റാണ്. ഇക്ബാൽ സാറിന് എല്ലാ ആശംസകൾ. വളരെ സന്തോഷം ഇവിടെ കണ്ടുമുട്ടിയതിൽ. എൻ്റെ പേര് വി നാരായണൻ. ഞാനിവിടെ കൗൺസിലർ പ്ലസ് ഇൻഫർമേഷൻ കൾച്ചറാണ്. അപ്പോൾ നമ്മൾ കന്നഡക്കുത്തും ആളാണ്. അപ്പോൾ നമ്മളെ തൊട്ട അയൽവാസിയാണ്. ചാലപ്പുറത്താണ് ജനിച്ചത്. എൻ്റെ അപ്പൂപ്പനോട് ചാലപ്പുറത്തിൽ പാളയം റോഡിൽ വ്യാപാരിയായിരുന്നു. ഇവിടുത്തെ തീം തന്നെ കണ്ടോ നിങ്ങൾ? ലൈറ്റിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ ഒരു തീം തന്നെ കണ്ടോ? ഗുഡ് മോർണിംഗ്, നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മളിന്ന് ഓഗസ്റ്റ് 15 ബെൽജിയത്ത് ബ്രസൽസിലാണ്. അപ്പം ഇന്നത്തെ നമ്മളെ എപ്പിസോഡിൽ നമ്മൾ എംബസിയിലേക്കൊന്ന് പോയി നോക്കുകയാണ്. നമുക്കും ആഘോഷിക്കാൻ പറ്റുമെന്നുള്ളത്. ഓഗസ്റ്റ് 15 ഫ്ലാഗ് ഇതിന് പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ആഗ്രഹത്തിൻ്റെ പിന്നിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് റെഡി ആയിട്ട് അവിടേക്ക് നടക്കുകയാണ്. ഒരു 3 കിലോമീറ്റർ നടക്കാണ്ട്. നടന്നിട്ട് ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് അവിടുത്തെ ടൈമിംഗ് ഒക്കെ ശരിയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമ്മളെ ഓഗസ്റ്റ് 15 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ എംബസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലാട്ടോ. അപ്പം നമ്മൾ ഈ ഓഗസ്റ്റ് 15 നമ്മൾ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ കഴിയാണ്. പക്ഷേ ഞാൻ യാത്രയിലായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണ് ഇത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയെന്നറിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബെൽജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ യൂറോപ്യൻ യൂണിയൻ്റെ ക്യാപിറ്റലും പാർലമെൻറ്റും ഒക്കെ ഇവിടെയാണ്, നാറ്റോൻ്റെതൊക്കെ. അതേപോലെ തന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ലക്സംബർഗ് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്തുള്ള രാജ്യത്തിൻ്റെ എംബസി ഇവിടെയാണ്, അവിടെ ഇല്ല. അത് ചെറിയ രാജ്യമായതുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ അംബാസഡറും ഇവിടുത്തെ കൗൺസിലേറ്റ് വർക്കും ഒക്കെയാണ്, ഇവിടുത്തെ എംബസിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അവർക്ക് വേറെ തന്നെ അതിനോട് ചേർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇതിന് പങ്കെടുക്കാൻ പോകുന്നത്. വലിയൊരു ഓഗസ്റ്റ് 15 ആഘോഷമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് നേരിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവുക. നമ്മൾ പല അതിഥികളും വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അവരൊക്കെ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യാം. പാർക്കിങ്ങുകളിലൊക്കെ ഇപ്പം ഇതേപോലത്തെ ഇലക്ട്രിക് ചാർജർ വരുന്നുണ്ട് കേട്ടോ. ഇലക്ട്രിക് കാറുകൾക്കുള്ള അത് 2 പാർക്കിംഗ് അല്ലേ, 2 പാർക്കിംഗ് അതിന് വേണ്ടി സെറ്റ് ചെയ്ത്. ഇതിങ്ങനെ ഓരോ സ്ഥലത്തും ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി ആർക്കെങ്കിലും ആ ഏരിയ കൊണ്ടുവന്ന് പാർക്കിംഗ് ഇട്ട് ചാർജിലിട്ട് വെച്ചാൽ അതിൻ്റെ പേയ്മെൻറ്റും കൊടുത്താൽ അവർക്ക് അടുത്ത പ്രാവശ്യം വന്ന് എടുത്തങ്ങ് പോവാം. ഇതൊക്കെയാണ് പുതിയ ടെക്നിക്കുകൾ. ഇതുപോലത്തെ വഴികളിലൂടെ നടക്കാൻ എന്ത് രസമെന്നറിയാം. എത്ര കിലോമീറ്റർ വേണേൽ നമുക്ക് നടക്കാം. നല്ല കാലാവസ്ഥയാണല്ലോ. അപ്പോൾ ഞാൻ 3.5 കിലോമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇനിയിപ്പോൾ എനിക്ക് 2 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ ഇവിടുത്തെ വഴിയുണ്ടെങ്കിൽ ഈ വഴി ഇങ്ങനെ നമ്മൾ ഹൈവേ പോലെ സ്ട്രെയിറ്റായിട്ട് കാണുമ്പോൾ നമുക്ക് നടക്കാനൊരു സുഖമാണ്. അപ്പം നമ്മൾ എംബസീൻ്റെ അടുത്ത് വന്നു. ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ്. അപ്പം അങ്ങോട്ട് ക്യാമറ കാര്യങ്ങളൊന്നും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ആദ്യം തന്നെ ഒരു എൻട്രി പോലും തന്നില്ല. പിന്നെ ഇതാണ് സംഭവം, യാത്രക്കാരനാണ് അല്ലെങ്കിൽ ഇത് ആണ് വ്ളോഗറാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഉള്ളിൽ പോയിട്ട് പെർമിഷൻ ചോദിച്ചു വന്നാട്ടോ. അപ്പോൾ ഉള്ളിൽ നമുക്ക് മലയാളി ഉണ്ടല്ലോ. അപ്പോൾ അയാൾ വന്ന് നേരെ ചോദിച്ചു ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് എൻട്രി കിട്ടിയിട്ടോ. അപ്പോൾ എൻട്രി ഇവിടെ വളരെ സെലക്റ്റീവായിട്ടാണ് കൊടുക്കുന്നത്. അത് ആദ്യം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ വന്നപ്പോൾ മനസ്സിലായി ഹൈ സെക്യൂരിറ്റിയാണ് കേട്ടോ. വലിയ സൗകര്യമുള്ളൊരു സ്ഥലവുമാണ് ഇത്. നമ്മളെ എംബസീൻ്റെ ഇന്നത്തെ സെലിബ്രേഷനാണ്. ഓഗസ്റ്റ് 15 സെലിബ്രേഷനാണ്. അതിൻ്റെ സെക്യൂരിറ്റി ഗേറ്റാണ്. ഇവിടുന്ന് നമ്മളെ ഇന്ത്യക്കാർ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഫുള്ള് സെറ്റിങ്സിലാണ്. ഇത് ഇവിടുത്തെ സാറാണ്. ഇന്ത്യക്കാർ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ സെലിബ്രേഷൻ്റെ സ്റ്റേജ് വരുന്നത് കേട്ടോ. ഹലോ, ഇത് നമ്മൾ സിറ്റിങ്ങിന് അറേഞ്ച് ചെയ്ത ഏരിയാസാണ്. ഇവിടെയും സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കുറേ സംഗതികളുണ്ട്. ഇവിടെ ഒരു സെലിബ്രേഷൻ്റെ സെറ്റപ്പാണ്. ഇത് ഇന്ത്യൻ എംബസീൻ്റെ ബാക്ക് സൈഡാട്ടോ. എംബസീൻ്റെ ബിൽഡിങ്ങാണ് ആ കാണുന്നത്. അതിൻ്റെ ബാക്ക് സൈഡാണ് ഇതിൻ്റെ സെലിബ്രേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫങ്ഷൻസാണ്. കുറച്ച് ആൾക്കാരൊക്കെ വരാനുണ്ടാവും, കുറച്ച് ഗസ്റ്റൊക്കെ വരാനുണ്ട്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിലാണ്. ഗാന്ധിജീൻ്റേത് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഗാന്ധിജീൻ്റെതാണ്.
എല്ലാ സ്ഥലത്തും നമ്മൾ അങ്ങനത്തെ എംബസീൻ്റെ എല്ലാ സ്ഥലത്തും ഗാന്ധിജീൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടാവും. എല്ലാ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പരിപാടിയിലേക്ക് കാണുന്നു. ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ആഘോഷത്തിന് വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് എംബസിയിൽ നമുക്കൊരു സുഹൃത്ത് വന്നിട്ടുണ്ട്, ബാംഗ്ലൂർ, നമ്മളെ അയൽവാസി ബാംഗ്ലൂർ. बैंगलोर में किधर है? बैंगलोर में सरजापुर पे। नाम क्या बताइए? ശ്രീധർ. അപ്പോൾ നമ്മൾ കന്നഡക്കുത്തും ആളാണ്. അപ്പോൾ നമ്മളെ തൊട്ട അയൽവാസിയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു വർഷമായി ഇവിടെ വന്നിട്ട് IT സെക്ടറിൽ വർക്കിംഗ് ആണ് ഇവിടെ. അപ്പം इंडिपेंडेंस डे जो आप आया था इंडिपेंडेंस डे इसलिए इधर आ गया है. इंडिपेंडेंस डे സെലിബ്രേഷനിൽ നമ്മളിവിടെ ഉള്ള എല്ലാ ഇന്ത്യക്കാരും ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ വരും കേട്ടോ. അതാണ് നമ്മളെ സെലിബ്രേഷൻ. ഓഗസ്റ്റ് 15 നമ്മളെ ആഘോഷമാണ്. ജയ് ഇന്ത്യ, ജയ് ഹിന്ദ്. നമസ്കാരം. നമ്മളെ ഇവിടെ ഞാൻ എംബസിയിൽ നമ്മളെ ഫംഗ്ഷനിൽ വന്നപ്പം സാറിനെ പരിചയപ്പെട്ടു. നമ്മളൊരു മലയാളി സാറാണ്. സാറ് പറഞ്ഞോളൂ. ഇക്ബാൽ സാറിന് എല്ലാ ആശംസകൾ. വളരെ സന്തോഷം ഇവിടെ കണ്ടുമുട്ടിയതിൽ. സാറിൻ്റെ പേര്? എൻ്റെ പേര് വി നാരായണൻ. ഞാനിവിടെ കൗൺസിലർ പ്ലസ് ഇൻഫർമേഷൻ കൾച്ചറാണ്. ഇവിടെ ബ്രസൽസിൽ എംബസി ഓഫ് ഇന്ത്യ ബ്രസൽസിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വീക്ഷണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദൂരദൃഷ്ടിയിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇവിടെ പറയാൻ കഴിയും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ലോകത്തിലെ വലിയ 5ാമത്തെ ശക്തിയാണ് സാമ്പത്തികമായിട്ട്. 3ാമത്തെ ശക്തിയായി 2 കൊല്ലം കൊണ്ട് വളർന്ന് മുന്നോട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു മുന്നോട്ടുള്ള ആ പയനം ഈ കഴിഞ്ഞ 77 കൊല്ലത്തിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ലോകമെമ്പാടും യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളെ യാത്ര സുഖകരമായിരിക്കട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു. ആള് നമ്മളെ കോഴിക്കോട് ബേസ് ഉണ്ടായിരുന്ന ആളാണ്. കോഴിക്കോട് ചാലപ്പുറത്താണ് ജനിച്ചത്. എൻ്റെ അപ്പൂപ്പനോട് ചാലപ്പുറത്തിൽ പാളയം റോഡിൽ വ്യാപാരിയായിരുന്നു. ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. വളരെ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. പരിപാടിൻ്റെ സെറ്റപ്പ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ എംബസീൻ്റെ പ്രോഗ്രാമാണ് ഇത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റോട് കൂടിയിട്ട് നമ്മുടെ സെലിബ്രേഷൻ സ്റ്റാർട്ടാവും. നല്ല ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ട്. 78th Independence Day of India and extend a warm welcome to all present here to celebrate the auspicious occasion with us. I would also like to welcome His Excellency Shri Seshnarayan Singh, Ambassador of Guyana, to the event. That we are links of this chain of history is humbling. It makes us recall the days. സാധാരണ ഇന്ത്യൻ എംബസിനെക്കാട്ടി ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഇന്ത്യൻ എംബസിക്ക്. അത് രണ്ടും കൂടി ആയതുകൊണ്ടും ബെൽജിയത്തിലായതുകൊണ്ടായിരിക്കാം. കാരണം കുറേ സൗകര്യങ്ങളുണ്ട്. സാധാരണ ഇന്ത്യൻ എംബസിക്ക് ഇത്രത്തോളം സ്പേസ് വിദേശത്തൊക്കെ വളരെ കുറവാണ്. ലണ്ടനിലുണ്ട്, വേറെ എവിടെ ഉണ്ടെന്ന് അറിയില്ല. ഇവിടെ ഇത് അടിപൊളി സൗകര്യങ്ങളാണ്. ഇവിടെ ഒരുപാട് സെക്ഷനായിട്ട് ഉദ്യോഗസ്ഥരുണ്ട്. ഇതിവിടെ മുഖ്യ അതിഥിയായിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടിക്ക് എത്തിയ അംബാസിഡർ കേട്ടോ. അപ്പോൾ അദ്ദേഹമായിട്ട് കാണാനും പറയാനൊക്കെ കഴിഞ്ഞു. സംസാരിച്ചു, ട്രാവലിനെ പറ്റിയൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഈ വിദേശത്തുള്ള നമ്മളെ ഇതുപോലത്തെ ഇൻഡിപെൻഡൻസ് ഡേ പോലത്തെ ആഘോഷങ്ങൾക്ക് ഉള്ള സുഖം നമുക്ക് പരിചയപ്പെടാൻ പറ്റും. പക്ഷേ സെക്യൂരിറ്റി ഭയങ്കരം തന്നെ കേട്ടോ. സെക്യൂരിറ്റി വെച്ചിട്ട് നമുക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഒരു ബുദ്ധിമുട്ട്. ബാക്കിയൊക്കെ അടിപൊളിയാണ്. അടിപൊളി സ്നാക്സാണ്. അപ്പം നമ്മൾ എംബസിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മറ്റൊരു കാഴ്ചയിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ അതിന് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായി. നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെടാനും കഴിഞ്ഞു. അപ്പം അടുത്ത കാഴ്ചയിലേക്ക് നമ്മൾ പോകും കേട്ടോ. ദ റെഗുലർ വിസ സർവീസ്. അപ്പം നമ്മൾ ഇന്ത്യൻ്റെ വിസക്ക് ഉള്ള ആപ്ലിക്കേഷൻ്റെ സെക്ഷൻ, കൗൺസിലർ സർവീസ് എംബസീൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ അത്. അവിടെ നെയിം ബോർഡ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു സ്റ്റേഷനാണ്, വലിയൊരു സ്റ്റേഷൻ കേട്ടോ. ബ്രസൽസ് മിഡി സ്റ്റേഷൻ എന്നാണ് പറയാം. ഇവിടെ നിങ്ങൾ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞത് കണ്ടോ നിങ്ങൾ? നമ്മൾ കാലോണ്ട് ചവിട്ടുക, എന്നിട്ട് മൊബൈൽ അവിടെ വെച്ച് നമുക്ക് റീചാർജ് ചെയ്യാം. ഈ കാണുന്ന സാധനം കേട്ടോ, നമ്മൾ കാലോണ്ട് ചവിട്ടിയാൽ ഉണ്ടാവും ആ ഒരു എനർജി വരും. ആ എനർജി നമ്മളെ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും.
ആൾക്കാർ വെറുതെ ഇരിക്കുന്നത് നോക്കണ്ട. ഈ സാധനം നമ്മൾ കാലുകൊണ്ട് സൈക്കിൾ ഔട്ടുന്ന ചവിട്ടുക, എന്നിട്ട് ആ മുകളിൽ സ്ക്രീനിൽ നമ്മൾ ഫോൺ വെച്ചാൽ ഫോൺ റീചാർജ് ആവും. അപ്പോൾ നമുക്ക് ഇന്നും കൂടിയ കാഴ്ചകൾ കാണിക്കാൻ കഴിയുള്ളൂ ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ചോക്ലേറ്റിൻ്റെ മാർക്കറ്റിലേക്ക് പോകട്ടോ. അതൊക്കെ നമ്മൾ ഒരാഴ്ച പോയി എന്നല്ലാതെ അതൊന്നും വിശദമായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഷോറൂമിലൊന്ന് എല്ലാ ഷോറൂമുകളിലൊന്ന് കയറി അതിൻ്റെ ഒരു ഔട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ വലിയൊരു മാർക്കറ്റാണ്, അവിടുത്തെ കാഴ്ചകൾ കാണാം നമുക്ക്. ചോക്ലേറ്റിൻ്റെ ലോകം മൊത്തം കാണാൻ പോവാണ് നമ്മൾ. ഈ ലോകത്തെ ഏറ്റവും വലിയ ചോക്ലേറ്റിൻ്റെ ഹബ്ബാണ് ബെൽജിയം, അറിയാലോ. അതിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ മാർക്കറ്റിലെ മെയിൻ ഷോറൂമിലാണ് ഞാനുള്ളത്. നമ്മൾ ഇവിടെ ഒന്ന് കയറി നോക്കാം. ചോക്ലേറ്റിൻ്റെ ഒരു സംഭവമാണല്ലോ ഇത്. നമ്മൾ ടെസ്റ്റ് കഴിച്ച് നോക്കാണല്ലോ കേട്ടോ നമുക്ക്. ഹലോ, ഇതിൻ്റെ ഇത് ടെസ്റ്റിങ്ങിന് കഴിക്കാനുള്ള അതൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാനാണ് ടെസ്റ്റ്. ടെസ്റ്റ് ചെയ്യൽ തന്നെ ഒരു വിധം നമുക്ക് കഴിഞ്ഞിട്ടും എങ്ങനെ ഉണ്ട് എന്നുള്ളത്. മിൽക്ക് പ്രവണി ഇത് വാങ്ങിക്കണം നമുക്ക് ശേഷം അല്ലേ, കുറച്ചൊന്ന് വാങ്ങിച്ചു നോക്കാം. നോക്കട്ടെ, ഇതിലുണ്ട് ഒരുപാട് ഐറ്റം. ഇവിടെ ചോക്ലേറ്റിന് വേൾഡിൽ ഫേമസ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ സ്പെഷ്യലിസ്റ്റുകളുള്ള സ്ഥലമാണ്. അതാണിത്. ഇവിടെ നിന്നുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാൻ കയറി. പക്ഷേ ഇവർ ഷൂട്ട് ചെയ്യാൻ വലിയൊരു ഇതല്ല ഈ ഷോറൂമിൽ. ഇവർ അങ്ങനെ വല്ലാണ്ട് ഷൂട്ട് ചെയ്യരുത് എന്ന് പറയുന്നു അടുപ്പിച്ചിട്ട്. അവർക്ക് കസ്റ്റമറൊക്കെ ഉണ്ടായിട്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തുനിന്ന് നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്യും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി സമ്മതിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് എടുക്കാം കാര്യങ്ങൾ. കണ്ടില്ല നിങ്ങൾ, ഇത് ഓരോരോ ബ്രാൻഡ് തന്നെ കേട്ടോ. വർഷങ്ങളായിട്ടുള്ള ബ്രാൻഡുകളാണ് ഈ ഓരോരോ ഷോപ്പിൻ്റെ ഈ നെയിം. ഈ നെയിമിൽ ഇവർ ഇൻഡിവിജ്വലായിട്ട് ചോക്ലേറ്റ് ഇവിടെ നിന്ന് ആരെങ്കിലും ബെൽജിയത്തിലൊക്കെ വരുമ്പോൾ ഈ ബ്രാൻഡ് വേണമെന്നും പറഞ്ഞിട്ട് ആ ഷോപ്പിൽ വന്ന് അവിടെ നിന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ അറിയുന്നവർക്കറിയാം. നമ്മളൊക്കെ അത് ആദ്യമായിട്ട് കാണുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പം ഈ ചോക്ലേറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു മൊത്തത്തിൽ വലിയൊരു ലോകമാണ്. നമുക്ക് പൊതുവേ നമ്മൾ കയറുമ്പോൾ ഇവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമുക്കതൊരു വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വല്ലാതെ എടുക്കാൻ കഴിയുന്നില്ല. അവരെ സമ്മതമില്ലാതെ അങ്ങനെ എടുക്കാനേ കഴിയുന്നുള്ളൂ. അപ്പം കാഴ്ചകൾ ഞാൻ വിചാരിച്ചത് നല്ല വൃത്തിയായിട്ട് ഓരോ ബ്രാൻഡും നമുക്ക് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത്രത്തോളമൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ സമ്മതിക്കുന്നിടത്തോളം ഉള്ളതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു സ്ട്രീറ്റ് തന്നെയാണ്. നമ്മൾ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ എല്ലാ ഷോപ്പുകളും കുറേ ബ്രാൻഡുകൾ നമ്മൾ വേറൊക്കെ കണ്ടില്ല, അതേപോലെ ചോക്ലേറ്റിൻ്റെ കുറേ ഒരു മാർക്കറ്റ് തന്നെ, അതായത് ഒരു സ്ട്രീറ്റുകൾ തന്നെ. അപ്പോൾ ആൾക്കാർ ചോക്ലേറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് വരുന്ന അവിടെ പല ഭാഗങ്ങളിലും പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും അവരെ ഓൺ പ്രൊഡക്ഷൻ എങ്ങനെയെന്നുള്ളത് നമുക്ക് മിക്സ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ട് വാങ്ങുന്നതൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ്. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്കത് വിശദമായിട്ട് കാണിച്ചു തരാൻ കഴിഞ്ഞില്ല. ഞാൻ സത്യത്തിൽ ബെൽജിയത്തിൽ വരുമ്പം തന്നെ ഇത് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ സിസ്റ്റം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവിടേക്കൊക്കെ വന്നത്. പക്ഷെ അത് ഇവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാത്തത് വലിയൊരു നഷ്ടമായിപ്പോയി. ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അടിപൊളി വലിയൊരു ഷോറൂം ആട്ടോ. ഇവിടുത്തെ തീം തന്നെ കണ്ടോ നിങ്ങൾ, ലൈറ്റിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ ഒരു തീം തന്നെ കണ്ടോ. അതായത് എല്ലാ ഷോറൂമിലും ഇതാണ് കേട്ടോ ഒരു തീം. വാം ലൈറ്റും ചോക്ലേറ്റും വെച്ചിട്ടുള്ള ഒരു പ്രത്യേക തീമാണ്. നമ്മൾ കയറുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണിത്. അപ്പോൾ ഇവിടെ മറ്റുള്ള സ്ഥലമായിരെല്ലാം തോന്നും. ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഇവിടെ ഇപ്പം നമുക്ക് ടെസ്റ്റിങ്ങിന് ചോക്ലേറ്റൊക്കെ തന്നില്ലേ, ഇതൊരു വേറെ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ടെസ്റ്റിങ്ങിന് ഇപ്പോൾ ചോക്ലേറ്റ് കിട്ടി, പിന്നെ ഷോറൂം ഷൂട്ട് ചെയ്യാനൊക്കെ സംഭവിച്ചിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. ഇത്ര വലിയ ഷോറൂമുകളാണ് ഓരോ ബ്രാൻഡിലും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ഇവർക്ക് തന്നെ ഒരു 5-10 ബ്രാൻഡ് ഉണ്ടാവും. അതിൻ്റെ ഓരോ വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ പാക്കിങ്ങിൽ കാണുന്ന സാധനങ്ങൾ നമുക്ക് വേണം, നമുക്ക് ഇവിടെ നിന്ന് തന്നെ തരണം എന്ന് പറഞ്ഞാൽ അതിനാണ് ആ സെൻറ്ററിലുള്ള സാധനം കേട്ടോ. അവിടെ അപ്പം തന്നെ നമ്മൾ അതിൻ്റെ മിക്സിങ് എന്താണെന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ തരും. അത് ഡിഫറെൻറ്റ് പ്രൈസാണ്. മറ്റേത് അതേ സാധനം പാക്ക് ചെയ്ത് വരും മാർക്കറ്റിലേക്ക് വിൽക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് സത്യത്തിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചേർക്കുന്നത്, ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ കൂടി ചെയ്യാമെന്നുള്ളതാണ് സത്യത്തിൽ ഈ ബെൽജിയത്തിലത്. അപ്പോൾ ഇതുപോലത്തെ ഷോറൂമുകളാണ് നമ്മൾ കാണാൻ ശ്രമിച്ചതൊക്കെ. പല സ്ഥലത്തും ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത ഷോറൂമുകൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, പല ബ്രാൻഡിൽ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളായിട്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ ഈ കാണുന്ന ഓരോ പാക്കിങ്ങും പല ടൈപ്പ് നമ്മൾ കാണുന്ന ഓഫറുള്ള ടൈപ്പുകളുണ്ട്. ഇവർ കെട്ടി വെക്കുന്നതൊക്കെ ഒരു ഓഫറുള്ള സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ഉള്ളത് നമുക്ക് കാരണം അവർ പുതിയതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യേണ്ട സാധനങ്ങളോ സീസണൽ അനുസരിച്ചൊക്കെ അവർ ഓഫറുകളും ഇടും.
അപ്പോൾ ഇതൊക്കെ ഈ ചുറ്റുവട്ടത്ത് യൂറോപ്പിലുള്ള ആൾക്കാർ ഇവിടെ വരുമ്പം അത്യാവശ്യം വാങ്ങിച്ച് തന്നെ കൂട്ടും. പിന്നെ നിങ്ങൾ കണ്ടില്ലേ ഷോറൂമിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ഇവിടെ ഈ ഷോറൂമിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരൊക്കെ ചവയ്ക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഇവർ ടെസ്റ്റിന് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്, എല്ലാവരും രുചിച്ചിട്ട് നോക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഷോറൂമിൻ്റെ അകത്ത് കുറേ ആൾക്കാർ നിങ്ങൾ കണ്ടില്ലേ, കുട്ടികളും കാര്യങ്ങളൊക്കെ അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതുകൊണ്ടാണ്. പൊതുവേ എല്ലാ സ്ഥലത്തും അങ്ങനെ കൊടുക്കലുണ്ട്, ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്കത് ആ ഒരു ഇത് കിട്ടാത്തത്. ഈ ഷോറൂമിൻ്റെ പ്രത്യേകത, ഇവിടെ ഇവർ ചെറിയൊരു കമ്പനിയാണ്, പക്ഷേ ഇവരുടെ പ്രത്യേകത ഇവർ നമുക്ക് വെറൈറ്റി, നമ്മളെ പിക്ചർ വേണമെങ്കിൽ, നമ്മളെ എന്താ പറയുക ഡമ്മി വേണമെങ്കിൽ, അങ്ങനെ ഇവർക്ക് എന്തിൻ്റെയും ഒരു ഫംഗ്ഷനിലേക്കൊക്കെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രത്യേക ആൾക്കാരുണ്ട്. അതായത് ചോക്ലേറ്റിനോടൊപ്പം ക്രിയേഷനും കൊടുക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള സംഗതികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാവും. പിന്നെ ഇവരെ അടുത്ത് ഇവരെ ഒരു ചോക്ലേറ്റ് കോഫി ഉണ്ട്, അതുണ്ട്. ചോക്ലേറ്റ് കോഫി ഇവരെ ഒരു സ്പെഷ്യലാണ്. അങ്ങനെ ചോക്ലേറ്റിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടി ആർട്ട് പരമായിട്ട് ചെയ്യുന്ന ഒരു ഷോറൂം. അപ്പോൾ ഇതേപോലെ ഓരോ വെറൈറ്റി ഒക്കെ ചോക്ലേറ്റിൻ്റെ ഷോറൂമുകളാണെങ്കിലും ഇവർക്കൊക്കെ ഓരോരോ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഇത് ബർത്ത്ഡേ അങ്ങനത്തെ ആഘോഷങ്ങൾക്കൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഒരു ഷോറൂമായിട്ട് കാണുന്നത്. അപ്പം സ്പെഷ്യലായിട്ട് ഇവരെങ്ങനെ വേണമെങ്കിലും വലുതാക്കിയിട്ട് പിരമിഡുമാതിരി എന്ത് വേണമെങ്കിലും അത് ബർത്ത്ഡേ കേക്കുകൾ എന്നുള്ള ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. ഇത് ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ സെക്ഷനിൽ വരുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ ഇവർ പല ബ്രാൻഡുകളും ഉണ്ടാവും, അത് ടേസ്റ്റ് ചെയ്യാൻ തരും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ആൾക്കാരാണ് ഈ ഫെസിലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാനും പിടിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളും കുറേ ബ്രാൻഡുകളായിട്ട് വലിയ ഷോറൂം ഉള്ളത് കേട്ടോ. അത് ഇൻ്റർനാഷണൽ പക്കായിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള ബ്രാൻഡായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ചോക്ലേറ്റിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ ഇത് നമുക്ക് കിട്ടിയ ചാൻസുകളൊക്കെ വെച്ച് നമ്മൾ കണ്ടു. ഇനി ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പം കണ്ടില്ല നിങ്ങൾ, എന്താ തിരക്ക്. ഇവരൊക്കെ ചോക്ലേറ്റ് എല്ലാവരും തടിച്ചിട്ട് ഇപ്പോൾ ചോക്ലേറ്റ് കഴിച്ചിട്ടല്ല, പക്ഷേ അതിനോട് ഇഷ്ടമുള്ള ആൾക്കാരാകുമ്പം എന്താ പറയുക, എല്ലാവരും ടേസ്റ്റ് ചെയ്യും. ഈ റഷ് കണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് സ്ട്രീറ്റിലുള്ള റഷാണ് ആൾക്കാർ, എല്ലാവരും ടേസ്റ്റ് ചെയ്ത് വാങ്ങി. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആൾക്കാരാട്ടോ അതൊക്കെ വാങ്ങി വരുന്നത്, ടൂറിസ്റ്റുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ലോകത്തിൽ ഇത്രത്തോളം വെറൈറ്റിയും ഇത്രത്തോളം സെറ്റപ്പും ആയിട്ടുള്ള ഒരു സ്ഥലമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇഷ്ടമുള്ള ആൾക്കാർ ബെൽജിയത്തിൽ വരുമ്പോൾ എന്തായാലും ഇവിടെ ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും കുറച്ച് വാങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ പോവുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചോക്ലേറ്റ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. വേറെയുള്ള സ്ഥലത്തൊക്കെ പാരമ്പര്യങ്ങളുണ്ടാവില്ല. ഇവർക്ക് വർഷങ്ങൾ 100-200 വർഷങ്ങൾക്ക് മുന്നേ ഈ ചോക്ലേറ്റ് കണ്ടുപിടിച്ചത് മുതലേ ഇവരാണ് അതിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ കേട്ടോ. പല വെറൈറ്റിയും ക്വാളിറ്റീസും ഉണ്ടാവും. ഇവരെ ചോക്ലേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റീസ് ഉണ്ടാവും, നല്ല ക്വാളിറ്റി. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വരുന്നതായിരിക്കില്ല ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ. ചോക്ലേറ്റിൻ്റെ ഇത് കണ്ട് നിങ്ങൾക്ക് വെള്ളം ഊറിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഞാൻ ചെറിയൊരു പാക്കറ്റൊക്കെ മോൾക്കും ഒക്കെ ആയിട്ടൊന്ന് വാങ്ങിച്ചു. നമുക്ക് നിങ്ങൾക്കൊക്കെ തരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അത്രയും അത് ഫ്രഷായിട്ട് ഉണ്ടാക്കുകയാണ്. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കി തരും. കണ്ടില്ലേ ഇതിൻ്റെ മിക്സിങ് രീതിയൊക്കെ വെച്ചത് ഉണ്ടെങ്കിൽ ഇതേപോലെ ചോക്ലേറ്റ് റെഡിയാക്കി വെക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറിയിട്ട് ആവശ്യമുള്ളത് ചോദിക്കുക, ആവശ്യമുള്ള ടേസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഓരോരോ ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഓരോരോ ടേസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഒരുപാട് സംഗതികളാണ്. കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കളിയായിരിക്കും. പിന്നെ ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു സംഭവമായിരിക്കും കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് അങ്ങനെ വലിയ ഇതാക്കിയിട്ടില്ല. ഇനി നമ്മൾ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി കേട്ടോ, 4 ദിവസത്തെ ആഘോഷമുള്ള ഗ്രാൻഡ് പാലസ്. അവിടെയാണ് നമ്മൾ ഓണത്തിന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ഇവർ ഫ്ലവറിൻ്റെ ഒരു വലിയ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നമ്മൾ പൂത്തട ഇടൂലേ, പൂക്കളം ഇടുന്ന പോലെ ഏറ്റവും വലിയ പൂക്കളം സെറ്റ് ചെയ്യുന്ന അതിൻ്റെ ലൈറ്റിങ് അതിൻ്റെ സെറ്റപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പം ഭാഗ്യത്തിന് ഈ സമയത്താണ് കൊല്ലത്തിൽ ഇത് ഉണ്ടാവാറ്. അപ്പോൾ ഇത് അടിപൊളി കാഴ്ചകളായിരിക്കും. നമ്മൾ അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. ഗ്രാൻഡ് പാലസിൽ ഹോളിഡേയ്സിൻ്റെ 4 ദിവസത്തെ പ്രോഗ്രാമിൽ ഫ്ലവർ ഷോ ആണ്. ഫ്ലവർ ഷോ ഗ്രാൻഡ് പാലസ് വലിയ സംഭവമാണ്. ലൈറ്റിങ് വരാണ്ട് ഇനിയിപ്പോൾ ഇരുടായി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റിംഗ് ആയിരിക്കും. ആ ലൈറ്റ് വരാനായി ഏകദേശം ആകാശം സൈഡായി വെയിലിതാ അടങ്ങുന്നുണ്ട്. ആൾക്കാർ കണ്ടില്ല, എല്ലാത്തിൻ്റെ ഹൈറ്റിൽ ആൾക്കാർ കയറി നിൽക്കുന്ന കണ്ടാണ്. അതിൻ്റെ മുകളിലും ലൈറ്റ് കണ്ടെങ്കിൽ ഫുള്ള് ആ ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ മുകളിൽ പാലസിൻ്റെ മുകളിലും കുറേ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഭാഗത്തുണ്ട്, അടിയിലുണ്ട്, എല്ലാ ഭാഗത്തു നിന്നും കൂടി ഒരു പ്രത്യേക ഷോ ആണിത്. നമ്മുടെ വാട്ടർ ഷോ ഒക്കെ ഉള്ളതുപോലെ ഒരു ഷോ ആണ് ഇത്. ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് നിറഞ്ഞ ജനങ്ങൾ, ഒരു ഭയങ്കര ആൾക്കൂട്ടം തന്നെ കേട്ടോ.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫ്ലവർ ഷോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ നമ്മളെ ഈ ഷോ നമുക്കിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഹായ്, അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. പിറ്റേന്ന് പുലർച്ചയായി, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ 9 മണീൻ്റെ ഫ്ലൈറ്റാണ്. ഇവിടുന്ന് 5:30 മണിയായി. 5:30 മണിക്ക് ഞാൻ ട്രെയിനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഏതാ ട്രെയിൻ പോകേണ്ടതെന്ന് വെച്ചാൽ ടാക്സിക്ക് പോവുകയാണെങ്കിൽ 120 യൂറോ കേട്ടോ, 120 യൂറോ. ആ സ്ഥലത്തേക്ക് നമ്മൾ ട്രെയിനാണ് പോകുന്നത്. 10 യൂറോ ആണ് നമുക്ക് വരുന്നത്. IQ Traveler, welcome to Belgium. Enjoy the trains. We're here to help you guys. This guy very good guy, good service for me. Thank you very much. Okay, your good name? We appreciate it. Good name sir. Hisham. Hisham. My name is Hisham. Take care. Nice to meet you. Bye bye. Thank you very much. Okay. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ട്രെയിനിലെ ഓഫീസറെ ഇതേപോലെ പരിചയപ്പെട്ടു. അവർക്കൊക്കെ നമ്മൾ യൂട്യൂബറാണെന്ന് പറയുമ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ട്രെയിൻ സ്റ്റാർട്ടായി. നമ്മൾ ബ്രസൽസ് സിറ്റിയോട് യാത്ര പറയാണ് എയർപോർട്ടിലേക്ക്. നമ്മളെ കൗണ്ടറാണ് കിട്ടത്, ബോർഡിങ്ങിൻ്റെ കൗണ്ടറാണ് ഖത്തർ എയർവേസിൻ്റെ. ആൾക്കാരൊക്കെ റഷാണ്. അപ്പോൾ എനിക്ക് ബോർഡിങ് കിട്ടി. ബോർഡിങ് കഴിഞ്ഞു, ബോർഡിങ്ങൊക്കെ എടുത്തു. അവിടുന്ന് നേരിട്ട് ഖത്തറിലെത്തിയിട്ട് ഖത്തറിൽ നിന്ന് നേരിട്ട് ഒരു 3 മണിക്കൂർ ഗ്യാപ്പിൽ തിരിച്ച് നമ്മളവിടേക്കുള്ളതാണ് ടിക്കറ്റ്. ഇത് നമ്മൾ ഖത്തർ എയർപോർട്ടിലാണ്. അങ്ങനെ നമ്മൾ ബോംബെ എയർപോർട്ടിൽ ഇറങ്ങി. എയർപോർട്ടിൽ എമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്തേരിയിലെത്തി. അന്തേരിയിൽ നിന്ന് നേരെ ആ റെയിൽവേൻ്റെ നേരെ ജംഗ്ഷനിൽ ഇതാ ഒരു സാഹിബ് ഇതാ ചായ കൊടുക്കുന്നുണ്ട്. ഇവർ ഫുള്ള് ഇത് ചെയ്യുന്നുണ്ട്. मैंने तुम लोग भी है ये पहले मुझे बुलाया था. അപ്പോൾ ഇവരുടെ അടുത്ത് ചായ 10 റുപ്യ, 40 റുപ്യക്ക് ഇത് 50 റുപ്യക്ക് ഫുള്ള് സെറ്റാണ്. എന്നിട്ട് നേരെ ട്രെയിൻ കയറി നേരെ പൻവേലിലേക്ക് പോയാൽ സംഗതി റൂട്ട് സെറ്റാണ്. ഓക്കെ, ഇവരാണ് ഇവിടെ ഉണ്ടാവുക. അത് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴീൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ വരുന്ന വഴി നീലഗിരി ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. നീലഗിരി അവിടെ നമുക്ക് ട്രെയിൻ ബ്ലോക്കാണ്. വേറെ ട്രെയിന് പോകാൻ കാത്തിട്ട് അങ്ങനെ ഉറക്കിൻ്റെ ബോധമില്ലാതെ, ഉറക്കിൻ്റെ ഒരു ബോധവും ഇല്ലാതെ നമ്മളെ 2 സുഹൃത്തുക്കളോടൊപ്പം നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞു. ഇതോടുകൂടി നമ്മൾ ഈ എപ്പിസോഡ് ഫിനിഷ് ചെയ്യാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ അടുത്ത കാഴ്ചകൾ വീണ്ടും. ഓക്കെ, നമുക്ക് ഒരുമിക്കാം. ബൈ ബൈ. ടേക്ക് കെയർ.